ഇന്ന് അത്ഭുതകരമായ രണ്ട് ഇസ്മുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ രണ്ട് ഇസ്മുകളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്ന രണ്ട് ഇസ്മുകളും കൂടെയാണ്. പലപ്പോഴും പലരും പറയാറുള്ളതാണ്, ഉസ്താദെ എൻ്റെ മകൾ നോൺ മുസ്ലിം ആയിട്ടുള്ള അമുസ്ലിമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലാണ്. അത് ഒഴിവാവാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ഇങ്ങനെ പല രൂപത്തിലും അവിഹിത ബന്ധങ്ങളൊക്കെ നിലനിർത്തി പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ആ സ്വഭാവ ദൂഷ്യം മാറിക്കിട്ടാൻ ഈ ഇസ്മ് ഉപകരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ അക്രമികളായ ആളുകൾ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും അവരുടെ കുതന്ത്രങ്ങളൊക്കെ നമുക്കെതിരെ പ്രയോഗിക്കുന്നതൊക്കെ താന്താങ്ങളിലേക്ക് തന്നെ അവരിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ കാരണമാകുന്ന ഈ ഇസ്മിൻ്റെ ചില പ്രയോഗങ്ങളൊക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഈ ഇസ്മിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളെ കൊണ്ടും നമ്മെ പരീക്ഷിക്കുമ്പോൾ അതിലൊക്കെ പൂർണ്ണമായും ക്ഷമിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്ത് 5 വഖ്ത് നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാനും അത് ഫലിക്കാനും കാരണമാകും. അത്തരം കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം. കേവലം ഒരു ഇസ്മ ചൊല്ലൽ കൊണ്ട് മാത്രമായില്ല. നമ്മൾ അള്ളാഹ് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അനുധാവനം ചെയ്ത് അനുസരിച്ച് ഫോളോ ചെയ്യുന്നവർ കൂടെ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു നമ്മോട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴാണ് നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് നമുക്ക് വളരെ വേഗത്തിൽ അത് സ്വീകരിക്കപ്പെടാനും അത് ഫലിക്കാനും കാരണമാകുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. പലപ്പോഴും പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റയിലെ സ്റ്റോറിയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ലേ അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മുകളിൽ ആദ്യത്തെ ഇസ്മ് അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മാണ്. അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ് നമ്മൾ ഓരോ ഇസ്മിനെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് പറയുന്നത് അത് നമുക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായ ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്.
ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമ്മൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയതലങ്ങളൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഇത് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു വിശേഷണമാണ് അൽ ജബ്ബാർ, ജബരിയത്ത് എന്ന് പറയുന്നത്. എല്ലാം അടക്കി ഭരിക്കുന്നവൻ, പരമാധികാരി, ഏകാധിപതി എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. സമ്പൂർണനായ ജബ്ബാർ അത് അള്ളാഹു മാത്രമാണ്. കാരണം പ്രപഞ്ചത്തിലെ അനേകങ്ങളായി ചിതറിക്കിടക്കുന്ന എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ അതിമഹത്തായ ശക്തി കൊണ്ട് ഏകീകരിച്ചു നിർത്താനും അവൻ്റെ ഇഷ്ടപ്രകാരം നിർബന്ധപൂർവം അടിമകളിൽ നിന്ന് നടപ്പിൽ വരുത്താനും മറ്റുള്ളവരുടെ ഇച്ഛ തന്നിൽ സ്വാധീനം ചെലുത്താതിരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിയും. എങ്ങനെയാണ് ഓരോന്നും മൂവാവേണ്ടത്, ഏത് രൂപത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്, എല്ലാം കൃത്യമായി അറിയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമായി വരുന്നു. അവന് ആരുടെയും സഹായം ആവശ്യമില്ല. അവൻ്റെ പിടുത്തത്തിൽ നിന്ന് കുതറി രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കുകയുമില്ല. അതാണ് യഥാർത്ഥത്തിൽ ജബരിയത്ത്, ജബ്ബാർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരർത്ഥം. പലപ്പോഴും നമ്മൾ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ യാ ചേർത്തിയിട്ട് ചൊല്ലാൻ വേണ്ടി പലരോടും നിർദ്ദേശിക്കാറുണ്ട്. അത് നമ്മൾ ചില വിഷയങ്ങളിൽ ഈ ഇസ്മ നല്ല ഫലം ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ജബ്ബാർ എന്ന് പറയുന്ന ഗുണമുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർത്തി വിഭാഗത്തിൽ നിന്ന് ആരെയും അനുഗമിക്കേണ്ട ആവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും അനുഗമിക്കേണ്ടത് കടമയാണ്. മാത്രമല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുന്നത പദവി അലങ്കരിക്കുന്നു. അവിടുത്തെ ചര്യവും സ്വഭാവം പിന്തുടർന്ന് ജീവിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിൻ്റെ, കൽപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് തന്നെ അതിന് തെളിവാണ്. കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബാധ്യതയാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദം സന്തതികളുടെ അന സയ്യിദു വുൽദി ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. ഇത് അഭിമാനം പറയലല്ല, യാഥാർത്ഥ്യം പറയലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അപാകതകളിൽ നിന്നും തിരുത്തുകയും ഉത്കൃഷ്ട സ്വഭാവങ്ങളും ഗുണങ്ങളും ഉൾക്കൊണ്ട് ധിക്കാരിയായ ഹൃദയത്തെ നിയന്ത്രിച്ച് സൂക്ഷ്മതയും അനുസരണവും നേടിയെടുക്കാനും ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. ഓരോ ഇസ്മും നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടാകും. ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും വേണം. എല്ലാ സ്വഭാവ ഗുണങ്ങളും, നന്മയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും നമുക്ക് വേണം. തിന്മയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളെയും നാം തിരുത്തണം, അതിനെ കീഴ്പ്പെടുത്തണം, അതിനെ നശിപ്പിക്കണം. ഇതാണ് ഈ ഇസ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി ഈ ഇസ്മുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം. ഓരോ ഇസ്മിനും അതിൻ്റെതായ ചില പ്രയോഗങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ ഇസ്മ അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇത് പതിവാക്കുകയാണെങ്കിൽ ജനങ്ങളെല്ലാം നമ്മെ ആദരിക്കും എന്നുള്ളതാണ്. അവരുടെ ഒരു ആദരവ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ നമുക്ക് ഇസ്സത്താകുന്ന രൂപത്തിൽ ആരെങ്കിലും അയാൾ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അവരുടെ അക്രമം താന്താങ്ങളിലേക്ക് തന്നെ തിരിയുന്നതും കാണുന്നവരെല്ലാം അയാൾക്ക് കീഴടങ്ങുന്നതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും ധൈര്യം വരാതിരിക്കുന്നതും സ്വന്തം കാര്യം മറന്നുകൊണ്ടവർ അയാളെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ്. എപ്പോഴും പല സന്ദർഭങ്ങളിലും പലരും പറയുന്നൊരു വിഷയമാണ്, എല്ലാ ഭാഗത്തു നിന്നും അവഗണനയാണ്, അവോയ്ഡ് ചെയ്യുന്നു, ഒരാളും പരിഗണിക്കുന്നില്ല, കുടുംബത്തിൽ വിലയില്ല, കൂട്ടുകാർക്കിടയിൽ വിലയില്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്ന ഒരു ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുന്ന, ഒന്ന് എക്സ്പ്ലോർ ആവാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. ഇത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അവഗണനയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിഷയങ്ങൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇസ്മാണ്. ജീവിതത്തിൽ പകർത്തി നോക്കുക, നല്ല ഫലം ഇത് കാരണമായിട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം. ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ ഈ ഇസ്മ കൂടുതൽ ഫലപ്രദമാണ്. ഈ ഇസ്മ ചൊല്ലലിനെ പതിവാക്കിയാൽ അവരുടെ അണികളിൽപ്പെട്ട ആളുകളെ ഈ ഇസ്മ ചൊല്ലുന്നവരെ വളരെയധികം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യാൻ കാരണമാകും. അവർ പറയുന്ന എല്ലാം ശിരസാ വഹിക്കാൻ അവർ തയ്യാറാവുന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പൊസിഷനിലിരിക്കുന്ന ആളുകൾ, ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഇസ്മ കൂടുതൽ ഉപയോഗപ്പെടും. അപ്പോൾ അത്തരം മേഖലകളിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ, ഒരു ബിസിനസ് നടത്തുന്ന ഒരു ഫേമിൻ്റെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, സീനിയോറിറ്റി പദവിയിലുള്ള ആളുകൾക്കൊക്കെ ഈ ഇസ്മ കൂടുതൽ ഉപകാരപ്പെടും ഇത് പതിവാക്കിയാൽ. പിന്നെ അയാൾക്കെതിരെ പ്രവർത്തിക്കാനോ ആ ആ സംരംഭം തകർക്കാനോ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനൊന്നും ആ അണികൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ടത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഈ ഇത് ചൊല്ലുന്നയാളെ സ്നേഹിക്കാനും അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കാനും കാരണമാകും. പലപ്പോഴും എൻ്റെ സ്റ്റാഫ് അനുസരിക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല, പറയുന്നതിനോട് തീരെ ചെവി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന എത്രയോ വിഷയങ്ങൾ നമുക്ക് കാണാം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മിനെ 206 പ്രാവശ്യം വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിൻ്റെയും സഹായത്തിൻ്റെയും പൊരുളിൻ്റെയും ചുരുളുകൾ അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുന്നുള്ളതാണ്. അയാളെ ഉപദ്രവിച്ചവരെ അള്ളാഹു ഉടനെ ശിക്ഷിച്ചു. അതിനുള്ള എന്താണോ അതുമായി ബന്ധപ്പെട്ട് അള്ളാഹ് കണക്കാക്കിയത് അതൊക്കെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മിനൊരു 206 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ 206 തവണ എല്ലാ നിസ്കാരത്തിന് ശേഷവും പതിവാക്കലിനെ തീരുമാനിക്കുക. നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒരുപാട് വിഷയങ്ങൾക്കത് പരിഹാരമാകും. അതങ്ങനെ വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുമ്പിൽ നല്ലൊരു വഴി തുറന്നു കൊടുക്കുകയും ചെയ്യും. അല്ലാഹു നമുക്ക് അത്തരം വിഷയങ്ങളിലൊക്കെ എന്താണ് അള്ളാഹ് കണക്കാക്കിയത് അതിലേക്കുള്ള വഴികളൊക്കെ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതം വല്ലാണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കൊന്നിനും സാധിക്കുന്നില്ല, എല്ലാം വഴിമുട്ടിലാണ്, ഇനി എന്തു ചെയ്യണമെന്നറിയുന്നില്ല എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ അവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇസ്മാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിജയത്തിൻ്റെ കവാടങ്ങളും അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കും. 206 തവണയാണ് ചൊല്ലേണ്ടത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. ഈ ഇസ്മ പതിവാക്കിയാൽ അത്ഭുതങ്ങളുടെ കലവറ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും. മാത്രമല്ല ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന ഇസ്മ, ജബ്ബാർ എന്നീ ഇസ്മുകൾ, ഇതൊക്കെ ഒരു പ്രത്യേകമായിട്ട് എഴുതിയിട്ടുള്ളൊരു അമലൊക്കെ ഉണ്ട്. അത് എഴുതിയിട്ട് നമ്മൾ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത്, അത് എഴുതുമ്പോൾ പാലിക്കേണ്ടത് എന്താണ്, ചില സമയങ്ങളുണ്ട് എഴുതാൻ, ആ സമയങ്ങൾ എഴുതി കഴിഞ്ഞാൽ കൂടുതൽ ഫലം ലഭിക്കും. മറ്റൊരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് പറയാം. ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അദദ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 206 ആണ്. 206 എന്ന് പറയുമ്പോൾ ജീമ് അത് നമുക്കറിയാം, ആ ബ് ജ 3 ജീമ്, പിന്നെ ബാ എന്ന് പറയുന്ന 2 ആ ബ് 2. അപ്പോൾ എന്താ നേരത്തെ 3 പറഞ്ഞു, 3 2 5 അല്ലേ. പിന്നെ അലിഫ് എത്രയാണെന്ന് നമുക്കൊക്കെ അറിയാം, 1. അപ്പോൾ 3 2 5ഉം അലിഫ് 1 6. പിന്നെ വരുന്നത് റാ, റാ 200 അബ്ജദ ഹവ്വസ് ഹത്തി കലമൻ സാഫസ് ഖറ, ഖറ എന്ന് പറയുമ്പോൾ റാ ശരിക്കും 200. അപ്പോൾ 206 ഇതിൻ്റെ അദദ്. അപ്പോൾ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ജബ്ബാർ എന്ന് എഴുതുമ്പോൾ 2 അക്ഷരം ഉണ്ടെന്നുണ്ടെങ്കിലും അല്ല, ഉച്ചാരണത്തിൽ നമുക്ക് ജബ്ബാർ എന്ന് പറയുമ്പോൾ 2 അക്ഷരം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ചില ആളുകളിത് 208 പറയുന്നത് ആ 2 ഒന്നാക്കി കൂട്ടിയിട്ട് 2 കൂട്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരക്ഷരാക്കിയിട്ടേ കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ചില അദദുകളിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ തെറ്റാണെന്ന് ധരിക്കരുത്. വേറെ ആരെങ്കിലും ഇത് 208 പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇതാണ്. 206, 208, 207 എന്നൊക്കെ പറയുന്ന വ്യത്യാസങ്ങൾ അങ്ങനെ വരുന്നതാണ്. പലപ്പോഴും പലരും പറയാറുണ്ട് സംഖ്യ മാറുന്നുണ്ടോയെന്ന്. സംഖ്യ മാറുന്നതല്ല, യഥാർത്ഥത്തിൽ അതിങ്ങനെ സംഭവിക്കുന്നതാണെന്ന് അതിനോട് കൂടെ ഓർമ്മപ്പെടുത്തണം. അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മിൻ്റെ ഖാദിമുണ്ട്. ഈ ഖാദിമിന് കീഴിൽ 4 നായകന്മാരുണ്ട്. ഈ 4 നായകന്മാരും ഓരോ നായകന് കീഴിലും 206 അണികളുമുണ്ട്. ഓരോ അണിയിലും 206 മലക്കുകളുണ്ട്. ജബ്ബാർ എന്ന ഇസ്മിൻ്റെ അക്ഷരസംഖ്യയാണ് 206 എന്നത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാം. ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അധികാര പരിധിയിലാണ് ഈ മലക്കുകൾ സർവവും. ഈ ഇസ്മിൻ്റെ ഖാദിമീങ്ങൾ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരിലേക്ക് അവരുടെ നിയ്യത്തുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇറങ്ങി വരുമെന്നൊക്കെ
സ്വാലിഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മ കൊണ്ട് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നോക്കൂ, അസ്മാഉൽ ഹുസ്നയിലെ മറ്റൊരു ഇസ്മാണ്, നമ്മൾ 2 ഇസ്മുകളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ആ 2 ഇസ്മുകളിൽ ഒന്നാണ് അൽ ജബ്ബാർ എന്ന് പറയുന്നത്. മറ്റൊരു ഇസ്മ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മാണ് അതിലൊന്ന്. മറ്റൊരു ഇസ്മ അൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്ന ഇസ്മാണ്. ഈ മുത്തക്കബ്ബിർ എന്ന് പറയുന്ന ഇസ്മ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപത്തിൽ ഉപകാരപ്പെടുന്ന ഇസ്മാണ്. മക്കൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു വെല്ലുവിളിയായിട്ടും ശത്രുവായിട്ടും മാറുന്ന സന്ദർഭങ്ങളൊക്കെ വരാറുണ്ട്. മക്കൾ പറഞ്ഞതനുസരിക്കുന്നില്ല, അവർ നേർവഴിയിലല്ല സഞ്ചരിക്കുന്നത്, അവർക്ക് അഫെയറുണ്ട്, അവരവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കൂട്ടി നടക്കുന്നത് എൻ്റെ ഒരു ആൺകുട്ടിയെയാണ്, എപ്പോഴും അവന് ചാറ്റ് ചെയ്യലാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല വിഷയങ്ങളും പറയാറുണ്ട്. ലഹരിക്കടിമപ്പെട്ടതാണ്, MDMA ഉൾപ്പെടെയുള്ള എന്തൊക്കെയോ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്, കഞ്ചാവിന് അഡിക്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞനുസരിക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന മക്കൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഇസ്മാണ് ഈ ഇസ്മ. ഇത് നമ്മുടെ പാർട്ട്ണറായ നമ്മുടെ ഇണക്കും വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. അവരുടെ അവിഹിത ബന്ധവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അവരുടെ ലഹരിയും മദ്യപാനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫലം ലഭിക്കുന്ന ഒരു ഇസ്മാണ്. നമുക്ക് ആ ഇസ്മിനെ കുറിച്ചും ചർച്ച ചെയ്യാം. 2 ഇസ്മുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനെടുത്തത്. അൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ അമൂല്യമായൊരു ഇസ്മാണ് അൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്നത്. ഇത് അർഹതയോടെ അഹങ്കരിക്കുന്നവൻ, മഹത്വം പ്രകടമാക്കുന്നവൻ, ഗാംഭീര്യമായ മഹിമയുടെ ഉടമ, വലിപ്പമത്രയും സ്വന്തമാക്കിയവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. എല്ലാ മഹത്വവും വലിപ്പവും സ്വന്തമാക്കിയവൻ അള്ളാഹു മാത്രമാണ്. അവൻ ഈ വിശേഷ ഗുണം പുറത്തു നിന്ന് ആർജിച്ചതല്ല, അത് അള്ളാഹുവിൽ തന്നെയുള്ളതാണ്. തനിക്ക് മാത്രമേ മഹത്വവും ഔന്നത്യവും ഉള്ളൂ എന്നും തന്നെ അപേക്ഷിച്ച് മറ്റു വസ്തുക്കളെല്ലാം നിസ്സാരമാണെന്നും കരുതൽ, അത് രാജാവ് അടിമയെ ദർശിക്കുന്ന രൂപത്തിൽ സർവ്വ സൃഷ്ടികളെയും ദർശിക്കാൻ, ഇതാണ് മുത്തക്കബ്ബിർ എന്ന ഇസ്മു ഉൾക്കൊള്ളുന്ന ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് മാത്രമേ ഔന്നത്യമുള്ളൂ, എനിക്ക് മാത്രമേ ഉന്നതമായ മഹത്വം ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കൂലല്ലോ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയാറുണ്ട്, സമ്പൂർണ്ണമായി മുത്തക്കബ്ബിർ ആവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും കഴിയൂല. സമ്പൂർണ്ണമായ മുത്തക്കബ്ബിർ അള്ളാഹു മാത്രമാണ്. കാരണം തനിക്ക് മാത്രമേ മഹത്വവും ഔന്നത്യവും ഉള്ളൂ എന്ന് വിചാരിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സൃഷ്ടികളിൽ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചാൽ ആ വിചാരം സത്യത്തോട് യോജിക്കാത്തതും ആ വീക്ഷണം നിരർത്ഥകവുമാണ്. മാത്രമല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു തന്നെ എന്താ, വിനയാന്വിതനാകണമെന്ന. മൻ തവാളഅ റഫഅഹുല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് അവൻ വിനയാന്വിതനായാൽ, മറ്റുള്ളവൻ്റെ മുമ്പിൽ താഴ്ന്നു കൊടുത്താൽ, അത്തരം ആളുകൾക്ക് അള്ളാഹു ഉയർച്ച നൽകും. ഞാനാണ് വലിയവൻ എന്ന ചിന്തയോടുകൂടെ നടക്കുന്ന ആളുകളെ അള്ളാഹു താഴ്ത്തുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണല്ലോ ഇബ്ലീസ് പറഞ്ഞത്, അന ഖൈറും മിൻ, ഞാൻ ആദമിനേക്കാൾ ഖൈറായവനാണ്, എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് ഉള്ള കിബിർ പറഞ്ഞതാണ്. അബാവസ്തക്ബർ, വിലങ്ങി കിബിർ കാണിച്ചു. ആ എല്ലാ ധിക്കാരികൾക്കും അതന്നെ സംഭവിച്ചത്. ഫിറഔൻ എന്താ പറഞ്ഞ, അന റബ്ബുക്കൽ അഅല, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞില്ല ഫിറഔന്. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മുത്തക്കബ്ബിറാകാൻ, അതതിൻ്റെ ഒരു അർഹതയോടുകൂടെ അഹങ്കരിക്കാൻ കഴിയുന്നത് അത് അള്ളാഹുവിന് മാത്രമാണ്. എല്ലാ ഭൂമിജാലങ്ങളിലുള്ള എല്ലാം അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ വിധേയത്തിലാണ്. എനിക്ക് എല്ലാ വസ്തുക്കളും നിസ്സാരമാണ് എന്നൊക്കെ കരുതൽ അത് അനിവാര്യമാകുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായതുകൊണ്ട് ഈ സമ്പൂർണ്ണനായ മുത്തക്കബ്ബിറാകാൻ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിയും സാമീപ്യവും നേടാൻ ഇതര ചിന്തകളിൽ നിന്ന് പരിശുദ്ധനാവുകയും എല്ലാവിധ സുഖഭോഗങ്ങളും കൈവടിയുകയും ചെയ്യുക. ഐഹിക ലോകത്തെയും പാരത്രിക ലോകത്തെയും നിസ്സാരമായി ഗണിക്കുക. അതായത് ഭാവിയിൽ ഇരട്ടി പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ഐഹിക ലോകത്ത് വെച്ച് ആരാധനകൾ നിർവഹിക്കാതിരിക്കുക.
അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധനാക്കുന്ന സർവ്വ കാര്യങ്ങളും വെടിയുക, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിക്കുക. ഇതാണ് മുത്തക്കബ്ബിറിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണങ്ങളും കൂടിയാണ്. ഇനി ഇസ്മിൻ്റെ ചില പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ ഇസ്മ സ്ഥിരമായി ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും മഹത്വം നൽകുമെന്നുള്ളതാണ്. നല്ല സന്താനങ്ങൾ ജനിക്കുകയും ചെയ്യും. ഏവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് മഹത്വം ലഭിക്കുക എന്നുള്ളത്. അത് കരസ്ഥമാക്കുവാൻ ഈ ഇസ്മ പതിവായി പലതവണ ചൊല്ലിയാൽ മതി. അപ്പോൾ യാ മുത്തക്കബ്ബിറു യാ അള്ളാഹ് എന്നുള്ളത് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാനൊക്കെ കാരണമാകുന്ന ഒരു ഇസ്മാണ് യാ മുത്തക്കബ്ബിറു യാ അള്ളാഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്മിനെ പതിവായി പലതവണ ചൊല്ലിക്കൊണ്ടിരിക്കാം. ഇതുപോലത്തെ മറ്റൊന്നാണ് സന്താനങ്ങൾ നന്നാവാനും അവരുടെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് മാറിക്കിട്ടാനും അവർ സൽപന്താവിൽ നിന്ന് വഴിതെറ്റി ദുഷിച്ച വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കാനും ഫസാദിൻ്റെ ഫിത്നയുടെ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കാനും ആ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഇസ്മാണ് ഇസ്മ. ഇസ്മിനെ പതിവായി ചൊല്ലിയാൽ മതി. മക്കൾ സ്വാലിഹീങ്ങളാകാനും മക്കൾ ജനിക്കാനും ഉള്ള മക്കൾ സ്വാലിഹീങ്ങളാവാനും അവർ നല്ല ദീനീ ചിട്ടയിൽ ജീവിക്കാനും കാരണമാകുന്ന ഇസ്മാണ് ഇസ്മ. ഇതിനെ 666 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ സ്ഥാനം നൽകും ദുനിയാവിലും ആഖിറത്തിലും. അവനെ ആരും വെറുക്കുകയില്ല. ആരാലും ഇഷ്ടപ്പെടുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് അവനെ അള്ളാഹു മാറ്റും. ഇത് പ്രത്യേകമായിട്ട് ഇതിന് ഒരു പ്രത്യേക ഒരു അമലുണ്ട്. ഇതാരെങ്കിലും അവരുടെ ഭാര്യയുമായി ഒന്നിച്ച് വിരിപ്പിലിരുന്ന് യാ മുത്തക്കബ്ബിറു എന്ന് 100 തവണ ചൊല്ലുകയും അതിനുശേഷം അവരുമായിട്ട് ഉള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ അതിൽ ജനിച്ച മക്കൾ നല്ല സ്വാലിഹീങ്ങളായ മക്കളായിത്തീരുന്നുള്ളതാണ്. എപ്പോഴും എല്ലാവരും പറയുന്നതാണ്, ഉസ്താദ് മക്കൾ വഴിപഴച്ചുപോയി, മക്കളെ കൊണ്ട് ഞാൻ ദുനിയാവിൽ പരാജയപ്പെട്ടു. മുമ്പ് ഇവിടെ ഒരു വലിയൊരു ബിസിനസ് വന്നിരുന്നു. നല്ല സമ്പാദ്യം ഉണ്ട് അയാൾക്ക്, കോടികളുടെ ആസ്തി അയാളുടെ കയ്യിലുണ്ട്. പക്ഷെ അയാൾ ഭയങ്കര വിഷമത്തിലും പ്രയാസത്തിലാണ്. 5 മക്കളുണ്ട് അയാൾക്ക്. ആ 5 മക്കളും തലതിരിഞ്ഞു പോയി എന്നുള്ളതാണ്. തലതിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെക്കുറിച്ച് പറയുന്നത്, ഞാൻ അവന് നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുത്തു, അവൻ ഈ നാട്ടിലൊന്നും പഠിച്ചില്ല, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും, അവൻ UK പഠിച്ചത്, അവനിപ്പോൾ അവിടെയാണ് സെറ്റിലാണ്, അവിടെ വൈഫിനെ അവിടെ കൊണ്ടുപോയിട്ടാണുള്ളത്, തിരിഞ്ഞു നോക്കുന്നില്ല, എൻ്റെ വൈഫിന് ഫോൺ വിളിക്കുന്നില്ല, എനിക്ക് ഫോൺ വിളിക്കുന്നില്ല. ഞാൻ ഇൻസ്റ്റയിലുള്ള സ്റ്റോറിയും അവൻ്റെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് അവൻ്റെ ലൈഫിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എനിക്കൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എൻ്റെ മക്കൾ തീരെ ഞാൻ പറഞ്ഞ രൂപത്തിലേക്ക് ആയിട്ടില്ല, ഞാൻ വിചാരിച്ച രൂപത്തിലേക്ക് ആയിട്ടില്ല. അവർക്ക് ഞാൻ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ മക്കൾ നല്ല മക്കളായി തീരുക, ഭാവിയുടെ വരദാനങ്ങളായി നമ്മൾ ശയ്യാവലംബരായി കിടക്കുമ്പോൾ നമ്മുടെ തലയുടെ ഭാഗത്ത് വന്ന് നമ്മുടെ സമീപത്ത് വന്ന് നമുക്ക് സാന്ത്വനമേകാൻ കഴിയുന്ന മക്കളാകാൻ ഈ ഒരു അമല് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്ന ഇസ്മ. അത് പ്രത്യേകിച്ച് നമ്മൾ വിരിപ്പിലൊക്കെ ഇരിക്കുമ്പോൾ, ഒരുമിച്ചിരിക്കുമ്പോൾ കപ്പിൾസ് അത് ചൊല്ലലിനെ പതിവാക്കിയാൽ അതോടുകൂടെ നല്ല ഫലം ലഭിക്കും. അതിൽ ജനിക്കുന്ന മക്കളൊക്കെ നല്ല സ്വാലിഹ്യങ്ങളായ മക്കളായി മാറും. ഇതിൻ്റെ ഒരു നിശ്ചിത എണ്ണം സംബോധനാ രൂപത്തിൽ, നിദായിൻ്റെ അക്ഷരം യാ എന്നുള്ള അക്ഷരമാണ്. ആ യാ എന്നുള്ള അക്ഷരത്തിനോട് കൂടെ നമ്മളത് ഒരു തെമ്മാടിയുടെ മേൽ ഉരുവിട്ട് കഴിഞ്ഞാൽ ആ തെമ്മാടിത്തം നിൽക്കും. അവർ അവിഹിത ബന്ധത്തിലുള്ളവരാണെങ്കിൽ ആ അവിഹിത ബന്ധം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യഭിചാര പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കും. അത് ഈ സ്വപ്നങ്ങളൊക്കെ കണ്ട് ദുസ്വപ്നങ്ങൾ കണ്ട് പേടിക്കുന്ന ആളുകളാണെങ്കിൽ ആ സ്വഭാവം മാറിക്കിട്ടാൻ കാരണമാകും. ഇത് 21 തവണ ചൊല്ലിയ ശേഷം ഉറങ്ങിയാൽ മതി. ഉറങ്ങുന്ന സമയത്ത് 21 തവണ ഈ ഇസ്മിനെ ചൊല്ലലിനെ പതിവാക്കിയാൽ അത്തരം ദുസ്വപ്നങ്ങളെ തൊട്ടൊക്കെ ഹിഫ്ള് ലഭിക്കാൻ അത് കാരണമാകുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ചില ഇസ്മുകളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഇസ്മുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം, നല്ല ഫലത് കാരണമായിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്മിൻ്റെ അദദ് എന്ന് പറയുന്നത് മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ മീമ് 40 നമുക്കറിയാം, താ 400 അപ്പോൾ 40ഉം 400 440 കാഫ് 20 അപ്പം 440ഉം 20 460.
പിന്നെ ബാ രണ്ടാണ്. അപ്പോൾ എത്രയായി? 462 പിന്നെ റാ 200 അപ്പോൾ 662. ഇതിൻ്റെ അതത് 662. ഇനി ഈ ബാ എന്താ അൽ മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ ബാ 2 ബാ ഉണ്ടല്ലോ. ചില 2 കൂട്ടിയിട്ട് 664 എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നതാണ്. ഈ ആരെങ്കിലും ഈ ഇസ്മ സ്ഥിരമായി ചൊല്ലുകയും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നെ അത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ വിശദീകരിക്കാറില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു നഖഷ് അത് കൊത്തിവെച്ച് മോതിരം വിരലിൽ കണിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ പലപ്പോഴും അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങാറില്ല. ആ ഒരു റിങ് അവന് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശത്രുവിനും അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആ റിങ് അവൻ്റെ വിരലിലുള്ള കാലത്തോളം അവന് നല്ല പവർഫുള്ളായിട്ട് നിലനിൽക്കാൻ സാധിക്കും. ഒരാളുടെ അക്രമം അവനെ ഏൽക്കില്ല, ഒരാളവനെ ആക്രമിക്കാൻ കഴിയില്ല, ഒരു ശത്രുക്കൾക്കും അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പകലിലൊക്കെ ഈ ഇസ്മ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ചൊല്ലിയാൽ ഈ ഇസ്മിനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട്. അവരുടെ ഒരു ഹെൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനൊക്കെ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻതൽ മുതക്കബ്ബിറുൽ കബീറുൽ മുഹീത്തു ഇൽമു. അല്ലാഹുമ്മ അൻതൽ മുതക്കബ്ബിറുൽ കബീറുൽ മുഹീത്തു ഇൽമു എന്ന് പറയുന്ന ഒരു ദുആ ഉണ്ട്. ഇത് ഈ ഇസ്മിൻ്റെ ഒരു പ്രത്യേകമായ ദുആ ആണ്. ആ ദുആ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിലും പതിവാക്കുകയാണെങ്കിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് വലിയ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധിക്കും. അസ്മാഉൽ ഹുസ്നയുടെ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ അത്ഭുതങ്ങളുടെ കലവറയാണത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കുറിപ്പ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റ് ഡയറി പോലെ. അപ്പോൾ അതിൽ നമ്മൾ ഓരോ ഇസ്മും അതിൻ്റെ ചെറിയൊരർത്ഥം, അതിൻ്റെ ഒരാശയം, ഒരു 2 വരിയിലെ ആശയം, 1 വരിയിലൊരർത്ഥം, പിന്നെ ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് 2 വരിയിൽ, പിന്നെ ഇതിൻ്റെ ഒരു 10 ഉപയോഗങ്ങൾ, ഇങ്ങനെ 99 ഇസ്മുകളെക്കുറിച്ച് നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചത് ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങളുടെയൊക്കെ കരങ്ങളിലേക്ക് എത്തിക്കും. നമ്മൾ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞതിലും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അമലുകളാണ്. ഇൻഷാ അല്ലാഹ് അതപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ടത് ഉപയോഗിക്കാൻ പറ്റും. എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഈ ഡയറി എടുത്ത് നോക്കിയിട്ട് ആ വിഷയത്തിന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പലപ്പോഴും ഇവിടെ പലരും വരുമ്പോഴൊക്കെ പറയാറുണ്ട്, ഉസ്താദ് പറയുന്ന 12,000 ബിസ്മിയുടെ അമല്, അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മിൻ്റെ അമല്, ഇതൊക്കെ ഞങ്ങളോട് പല വിഷയങ്ങളും പലരൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരത് ചൊല്ലാറുണ്ട്, അങ്ങനെ അവർക്ക് പല റിസൾട്ടുകളും ലഭിച്ചതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം നിങ്ങളിതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് വേറെ ഒന്നുമല്ലല്ലോ, ആരുടെ അടുത്തും പൈസ വാങ്ങിച്ചിട്ടോ നിങ്ങളും അങ്ങനെ ചെയ്യുന്നല്ലോ. നമ്മൾ അള്ളാഹിൻ്റെ ഇസ്മ ശരിക്ക് ചൊല്ലാനും അസ്മാഉൽ ഹുസ്നയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനും അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നൂറെ മദീനയുടെ ആത്മീയ മജ്‌ലിസ് നടക്കുന്നുണ്ട്. നമ്മളതിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിൻ്റെ മുമ്പ് നമ്മൾ നിയ്യത്ത് വെച്ചിട്ടാണ് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ മജ്‌ലിസിൽ പങ്കെടുക്കണം, നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിൻ്റെ മുമ്പ് നിയ്യത്ത് വെച്ച് മജ്‌ലിസിലിരിക്കുക. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുആ ചെയ്യും. ആ ദുആ ചെയ്യുമ്പോൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടുള്ള ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. അങ്ങനെ വർഷങ്ങളായിട്ട് നമ്മുടെ മജ്‌ലിസിലിരിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം, അതിൻ്റെ അർത്ഥം ചുരുങ്ങിയതെങ്കിലും പഠിക്കണം. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അസ്മാഉൽ ഹുസ്നയുടെ ഏറ്റവും ചെറിയ റിയാള നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ റിയാള പൂർത്തിയാക്കി വീട്ടണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ ഓരോ ദിവസവും ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.